അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പഴക്കമുള്ള പള്ളിയാണ് ഷാഹ് ജുമാ മസ്ജിദ്. 1529 മുഗൾ ചക്രവർത്തി കാലത്ത് തന്നെ ഇത്രയും പുരാതനമുള്ളൊരു പള്ളിയെ അത് പല നിലക്കുള്ള വിമർശക്കിടയാകുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. ഉത്തർപ്രദേശിലെ ഷാഹ് ജുമാ മസ്ജിദിൻ്റെ കാര്യങ്ങൾ നമുക്ക് കേട്ടവരാണ്. ഇത്രയും പഴക്കമുള്ള പള്ളിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള വാദങ്ങൾ വരുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ, പല നാടുകൾ ഒരുപാട് പുരോഗതിയിലേക്ക് ഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലോ പള്ളി, ദേവസ്ഥാനം, അമ്പലം, ഇങ്ങനെ മുസ്ലിമോ ഹിന്ദു എന്ന് പറഞ്ഞ് തർക്കങ്ങളാണ്. മറ്റു രാജ്യങ്ങൾ നോക്കുമ്പോൾ ഒന്നിച്ചിരുന്ന് ആ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ആ നാടിൻ്റെ വിജയത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഇതാണ്. പലവിധ വേദനിപ്പിക്കുന്ന, ഇവിടെ BJP സർക്കാർ വന്നതിന് ശേഷം പലവിധ അക്രമ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. ഇതിൻ്റെ ഇടയിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ, ഇത്തരം മതസ്ഥരെ ആക്രമിക്കുക, അതാരായാലും ശരി, ഹൈന്ദവനായാലും മുസ്ലിമായാലും ആരുടെയും ലക്കും ദീനുക്കും വലിയ ദീൻ, അവരവരുടെ ദീൻ അവരവർക്കാണ്. ആക്രമിക്കുക, മറ്റുള്ള ദീനിനെ ഉപദ്രവിക്കുക, ഇതൊക്കെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതല്ല. അവിടെ ബാങ്ക് വിളിയൊക്കെ നിർത്താൻ വേണ്ടി, ഉച്ചഭാഷണി നിർത്താൻ വേണ്ടി അവിടുത്തെ സർക്കാരിൻ്റെ നിർദ്ദേശവും, ആ ഒരു സാഹചര്യത്തിൽ അവിടെ അത്ഭുതകരമായ, കാരണം ഇത്തരത്തിലുള്ള അക്രമങ്ങൾ വരുന്ന സമയത്ത് തരണം ചെയ്യാൻ നാം സന്നദ്ധരാണ് എന്നുള്ള ഒരു ഉദാഹരണയാണ് അവിടെ നമുക്ക് അത്ഭുതകരമായി വീക്ഷിക്കാൻ കണ്ടത്. അവിടുത്തെ ആ ഒരു വീഡിയോ നമ്മെ വലിയ അത്ഭുതപ്പെടുത്തുന്ന, സന്തോഷപ്പെടുത്തുന്ന ഒരു വീഡിയോ തന്നെയായിരുന്നു. അവിടുത്തെ പള്ളി ഇമാം മുഹമ്മദ് ഹാജി റയീസ് എന്ന് പറയുന്ന ആളുടെ ആ വീഡിയോ നാം കണ്ടവരാണ്. ഇത്തരത്തിലുള്ള അക്രമകാരികൾ വന്ന് പലവിധ അക്രമം നടത്തുമ്പോൾ അവിടുത്തെ ടെറസിൻ്റെ മുകളിൽ കയറി കൊണ്ട് നോക്കി, ബാങ്ക് വിളി എന്ന് പറയുന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഉദിച്ചു വന്നതുപോലെ മുസ്ലിമീങ്ങളെ നമസ്കാരത്തിന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി പണ്ട് കാലത്ത് ചെണ്ടകൾ മുട്ടിങ്ങനെ നിസ്കരിക്കുമ്പോൾ സ്വപ്നത്തിലൂടെ ബാങ്കിൻ്റെ വചനങ്ങൾ പലരും സഹാബത്തൊക്കെ സ്വപ്നത്തിൽ കണ്ടു. വിവരങ്ങൾ പ്രവാചകൻ അറിയിച്ചു. മനോഹരമായ ശബ്ദത്തിൻ്റെ ഉടമയായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഈ കാര്യം ഏൽപ്പിക്കുകയും വളരെ മനോഹരമായ, ഇന്നത്തെ സാങ്കേതികമായ ഉപകരണങ്ങളൊന്നുമില്ലാത്ത വളരെ മനോഹരമായി എല്ലാവരുടെ ഹൃദയത്തിൽ തട്ടുന്ന രമ്യ മനോഹരമായ ശബ്ദത്തിൽ ബാങ്ക് വിളിക്കുമായിരുന്നു. അത് കേട്ടത്രോ പള്ളിയിലേക്ക് വരുന്ന ആ ബാങ്ക് ഹൃദയസ്പർശിയായിരുന്നു. ആ മനോഹരമായ ബാങ്ക് വിളി 1, 2, 3 മിനിറ്റ് കൊണ്ട് തീർന്ന ബാങ്ക് വിളിയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയങ്ങളും അനാവശ്യമായ വിഷയങ്ങളും. എത്രയോ വിഷയങ്ങളുടെ ചർച്ച ചെയ്യാനുണ്ട്, അതൊന്നും ചർച്ചയിലില്ല. ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളെ പറഞ്ഞ് ചർച്ച ചെയ്ത് ഓരോരുത്തരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, വിദ്വേഷമുണ്ടാക്കുന്ന, പലവിധ പ്രശ്നങ്ങൾക്ക് നീക്കം ചെയ്യുന്ന, ഒരുപാട് വർഷങ്ങൾ പഴക്കം ഉള്ള ഈ പള്ളി പോലും ഇത് അമ്പലമാണ് എന്ന് അർജി നൽകുകയും അതിൻ്റെ പിന്നിൽ നടക്കുന്ന വലിയ ചർച്ചകളും അവിടെ പിന്നെ ഉച്ചഭാഷണം നിർബന്ധിക്കുകയും, ആ ഒരു സാഹചര്യത്തിൽ പോലും ഈ മുഹമ്മദ് റയീസ് ഹാജി എന്ന് പറയുന്ന അവിടുത്തെ ഇമാം അവിടുത്തെ പള്ളി മുകളിൽ കയറി കൊണ്ട് ഉച്ചത്തിൽ ബാങ്ക് വിളിക്കുന്ന ഒരു രംഗം, ഇത് നമ്മെ ബോധിക്കുന്നത് ഇവിടെ നിന്ന് തിന്മയ്ക്കെതിരെ പൊരുതാൻ നാമുണ്ട് എന്നാണ്. ഇവിടുത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി എന്ത് സംഭവിച്ചാൽ അതിനെ എതിർക്കാൻ ചങ്കൂറ്റമുള്ള, ഈമാനുള്ള ആളുകൾ. കാരണം നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ എല്ലാവരും, പ്രജാപ്രഭുത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഓരോ വിഷയങ്ങൾ എല്ലാവരും ഒരു ഉമ്മയുടെയും ഉപ്പയുടെ മക്കളെ പോലെ ജീവിക്കേണ്ടവരാ. ഹിന്ദു മുസ്ലിം ഒന്നുമില്ലാതെ മറ്റുള്ളവരെ അമ്പലത്തെയോ ദേവസ്ഥാനത്തെയോ അവരുടെ ദേവാലയങ്ങളെയോ ആക്രമിക്കാൻ ഒരിക്കലും പാടില്ലെന്നാണ് പരിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്നത്. അവർക്കത്തിനെ വ്യാജ കേസുകൾ നൽകി, വ്യാജ ഹർജികൾ നൽകിക്കൊണ്ട് ആക്രമണം തുടങ്ങുക,
ഇതിനായി നമ്മുടെ ജീവിതം മൊത്തം. അത്ഭുതകരമായ അദ്ദേഹം ബാങ്ക് വിളിക്കുന്ന അള്ളാഹുവിൻ്റെ അത്ഭുതമെന്ന് പറയണം, അത്രയ്ക്കും ധൈര്യത്തോടു കൂടി. പരിശുദ്ധമായ ദീനിൻ്റെ ചര്യകൾ ഇവിടുന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തുമ്പോൾ സൂര്യവെളിച്ചം പോലെ അതിങ്ങനെ പ്രകാശിച്ച് കത്തി നിൽക്കുകയാണ്. അതിനെതിരെ ശ്രമം നടത്തുന്നവർ നശിഞ്ഞു പോകുന്ന കാഴ്ചകളാണ്. നമുക്ക് ചിലത് പ്ലാൻ ചെയ്യാൻ പറ്റുമെന്ന് മാത്രമാണ്. ഇവിടെ നശിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ നശിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അള്ളാഹു ഇവിടെ എന്തുദ്ദേശിക്കുന്നു അത് തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആരെന്ത് ചെയ്ത് മുന്നോട്ടിറങ്ങിയാൽ അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമുണ്ട്. അതൊന്നും അള്ളാഹ്ക്ക് പ്രയാസമാണ്. എന്നാലും ദീനിനുള്ള മുഹബ്ബത്ത്, ഈമാനികമായ ആ ഒരു പരീക്ഷ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നാം അത് പൊരുതാനും നാം തയ്യാറാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇത്തരത്തിലുള്ള ഓരോ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകൾ നിരന്തരമായിട്ടാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിൽ അക്രമങ്ങളാണ്. പേര് മാറിയതിൻ്റെ പേരിൽ പോലും അക്രമങ്ങളാണ്. പേര് ഹരീസ് എന്നയാളുടെ പേര് ഹാരിസ് എന്നെന്ന് വിചാരിച്ച് ആക്രമിച്ചു. എന്തിനാണ് അയാൾ ആക്രമിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അയാൾ മുസ്ലിമാണെന്ന് വിചാരിച്ചിട്ടാണ് ആക്രമിച്ചത്. സുബ്ഹാനല്ലാഹ്, എത്രത്തോളം ഒരു മനസ്സിൻ്റെ തീവ്രത! അതുപോലത്തെ പ്രഭാഷണങ്ങളും ഇവിടെ അലങ്ങേറുകയാണ്. മുസ്ലിങ്ങളെക്കുറിച്ച് മോശമായതില്ലാത്തതും പലതും പറഞ്ഞുകൊണ്ട്. ഇവിടെ BJP സർക്കാർ നടത്തുന്ന ചില കുതന്ത്രങ്ങൾ, നമുക്ക് പ്രവർത്തനങ്ങളെ കാണുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. ഒരുപാട് ഇവിടെ വർഗീയം ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങൾ ഹൃദയങ്ങൾക്ക് വിദ്വേഷമുണ്ടാക്കുന്ന പ്രവർത്തന പ്രചരണങ്ങൾ കാണുമ്പോൾ തീർച്ചയായും അത് നമ്മുടെ സമൂഹത്തെ, സമുദായത്തെ അത് ബാധിക്കുകയാണ്. പാവപ്പെട്ടവരാണ് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഇതുവരേക്ക് നടന്ന ഓരോ സംഭവങ്ങൾ നാം എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം, ഇതിലൊക്കെ ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടത് പാവപ്പെട്ട ഉമ്മമാർ ഇന്നും കണ്ണീരിലാണ്. ചെറിയ കാരണങ്ങളെ പറഞ്ഞുകൊണ്ട് ഇവിടെ എത്ര യുവാക്കളുടെ ജീവനാണ് നഷ്ടപ്പെട്ടു പോയത്. ഇന്നും ആ ഉമ്മമാരുടെ കണ്ണീരൊപ്പാൻ ആരുണ്ട്? എത്ര ഉമ്മമാരാണ്, എത്ര ആളുകളാണ് ദുഃഖത്തിൽ കഴിയുന്നത്. എവിടെയെങ്കിലും വരാം, വിദ്വേഷ പ്രഭാഷണം നടത്താം, അത് കേട്ട് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ മുസ്ലിമുകളെന്ന് വിചാരിക്കുക. പലയിടങ്ങളിൽ അക്രമ പ്രവർത്തനങ്ങൾ ചെയ്യുക. എത്ര ആളുകളാണ് കൊന്നൊടുക്കിയത്, എത്ര ഭാര്യമാരാണ് വിധവകളായത്, എത്ര മക്കളാണ് അനാഥകളായത്. പച്ചക്കറിക്ക് പോയവൻ തിരിച്ചു വരുന്നത് കഫൻ പുടവയിൽ പൊതിഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണുന്നത്, അത് നമ്മുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നിർത്തിവെച്ച് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് നമുക്ക് ശ്രമിക്കേണ്ടത്. അല്ല, നാടിന് നമുക്കതൊരു ഉദാഹരണമാണ്. അവരൊക്കെ അവിടുത്തെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ശ്രമിക്കുകയും വലിയ സ്ഥാനം പിടിക്കുകയും ചെയ്തു. നമുക്കാണെങ്കിൽ ചെറിയ വിഷയങ്ങളെക്കുറിച്ചാണ് ചർച്ച. അള്ളാഹു മുസ്ലിം സമൂഹത്തെയും സമുദായത്തെയും ഇസ്ലാമിൻ്റെ ശത്രുക്കളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.